വൈകിയോ മോളെ? ഉവ്വമ്മേ, ഇന്നലെ വൈകിയാ കിടന്നേ. ശ്രീകുട്ടൻ വിളിച്ചോ മോളെ? ഇല്ല. എന്ത് പോക്കാ അവൻ പോയത്? ഒരു തവണ പോലും വിളിച്ചതുമില്ല, വിളിച്ചാലോട്ട് എടുക്കുകയില്ല. ബിസിനസ് ടൂർ ആണത്രേ. ദാമ്മേ. ഞങ്ങൾ ഇവിടെ ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ വിടില്ലായിരുന്നു. നീ ഒരു പാവമായി പോയല്ലോ മോളെ. ആ തൊടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന് വിചാരിച്ചതാ, അപ്പോഴാ അച്ഛൻ്റെ ഒരു കാലുവേദന. എന്തു പറ്റി മോളെ? കൈയൊന്ന് മുറിഞ്ഞു. സൂക്ഷിക്കണ്ടേ മോളെ? ഇല്ലമ്മേ, കുഴപ്പമില്ല. അമ്മേനെ വയ്യാത്ത കാല് വെച്ച് തൊടിയിലേക്കൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട. കനിമോൾ ഇതുവരെ എണീറ്റില്ലേ? ഇല്ലമ്മേ, അമ്മ ഒന്ന് എണീപ്പിച്ചേക്ക്. ഇതെന്തുറക്കാ ഇത്? അവളുടെ ഒരു കാര്യം. മോളെ, പെൻസിൽ എന്തേ കന്നി? മോളെ, കനിമോൾ എന്താ ആലോചിക്കുന്നേ? സ്കൂളിൽ പോണ്ടേ? വാ. അച്ഛന് കാലുവേദന കുറവില്ലാച്ചാല് നമുക്ക് വൈകിട്ട് ഹോസ്പിറ്റലിൽ പോവാട്ടോ. അധികം സ്ട്രെയിൻ എടുക്കണ്ട. അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ. വേഗം ചെല്ലു മോളെ, സമയം വൈകി. ശരിയമ്മേ. ശരി അച്ഛാ. പാവം, അവക്ക് നല്ല വിഷമമുണ്ട്, പുറമേ കാണിക്കാത്തതാ. അതിന്റെ ഒരു യോഗം, അല്ലാതെന്താ. എല്ലാത്തിനും അവനെ പറഞ്ഞാ മതിയല്ലോ. കുടുംബത്തിനോട് ഉത്തരവാദിത്തം വേണം. താൻ തോന്നി അവനെ പിടിച്ചു കെട്ടിച്ച നമ്മളാ തെറ്റിയത്. എന്ത് പറഞ്ഞാലും അവസാനം അവനെ കുറ്റം പറയും. പിന്നെ എങ്ങനെ അവൻ നന്നാവുന്നേ? നീ ഒരുത്തി അവൻ ഇത്രയും വഷളാക്കിയത് അനുഭവിച്ചോ? ആ മോളെ, ഹരി വിളിച്ചോ? ഇല്ലമ്മേ, ഹരിയേട്ടൻ വിളിച്ചോളും. അമ്മ ടെൻഷനൊന്നും ആവണ്ട. അച്ഛന് കുറവുണ്ടോ? ആ, കുറവുണ്ട്. അച്ഛന് സങ്കടത്തിലാ മോളെ. രാവിലെ മുതല് അവൻ വിളിക്കുമോ നോക്കിയിരിക്കും. ശരി മോളെ. ശാരദ, എന്നെ അന്വേഷിക്കേണ്ട. മാനസിയോടൊപ്പമുള്ള ജീവിതം എനിക്ക് മടുത്തു. ഒരു അനാഥയെ എന്റെ തലയിൽ കെട്ടിവെച്ച് നിന്നപ്പോ നിങ്ങളാരും തന്നെ എന്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. അന്ന് ഞാൻ നിങ്ങളുടെ ചിലവിലാണ് ജീവിച്ചിരുന്നത്. ഇന്നതല്ല. എന്റെ ജീവിതം അതെനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. മാനസിക്ക് ചിലപ്പോൾ അത് മനസ്സിലായി കാണും. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. ശ്രീഹരി. നീ ആർക്കു വേണ്ടി ശാരദയ്ക്ക് അറിയേണ്ടത്? നമ്മളെ വേണ്ടാത്ത മകന് വേണ്ടിയോ? ആരൊക്കെ പോയാലും നീ മോളെ ഇവിടെ തന്നെ ഉണ്ടാകും. അത് ഈ അച്ഛന്റെ വാക്കാ. ഇനി മുതൽ ഞങ്ങൾക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ, അത് നീയാ. ആനുവൽ ഡേ സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ ലീവ് വരൂ. അതുകൊണ്ടല്ലേ ഞാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഹാഫ് ഡേ ലീവ് എടുത്തേ. ഒരു മിനിറ്റ്.
ഇനി നീയായിട്ട് അവിടെ ആരോടും പറയാനൊന്നും നിൽക്കണ്ട. ഇവിടെ അമ്മ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ഭജനയ്ക്കും പോയി, മോളാണെങ്കിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഹരിയേട്ടൻ, സ്മിത, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ഡാൻസുകാരൊക്കെ പോയോ? ഹരിയേട്ടാ, മോളെ, ഹരിയേട്ടാ. അച്ഛ വേണ്ട അച്ഛ, അച്ഛ വേണ്ട, അച്ഛ വേണ്ട അച്ഛ, അച്ഛ വേണ്ട അച്ഛ, അച്ഛ വേണ്ട അച്ഛ, അച്ഛ വേണ്ട, അച്ഛ വേണ്ട അച്ഛ. മോളെ കനി, നിങ്ങൾ എന്താ ചെയ്തെന്നറിയോ? അവള് നിങ്ങളുടെ മോളല്ലേ? അവളോട് അമ്മയും മോളെ കൊന്നടയും ഞാൻ. ആരും വരില്ല ചോദിക്കാൻ. ഉണ്ടാക്കിയ അവകാശം ആർക്കടി? ഇനിയും ചെയ്യും. ശബ്ദിച്ച ഒന്ന് കളയും ഞാൻ. യുനോ, ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗാടി. There is only one life. അതങ്ങനെ എൻജോയ് ചെയ്യുക. എനിക്ക് ജീവിക്കണം, എൻ്റെ മകൾക്ക് വേണ്ടി. തീരേണ്ടത് പിഞ്ചു ശരീരങ്ങളിൽ കാമം കണ്ടെത്തുന്ന ഇവനെ പോലുള്ളവരാണ്. എൻ്റെ മകൾ, അവൾ ജീവിക്കും. ഉയരങ്ങൾ കീഴടക്കാനായി. ഇരയെന്ന ചങ്ങലയിൽ അവളുടെ ജീവിതം തളച്ചിടാൻ എനിക്കാവില്ല. കുറ്റവാളികൾക്ക് വിരുന്നൊരുക്കുന്ന ഇവിടത്തെ നിയമവ്യവസ്ഥിതികൾക്ക് മുന്നിൽ ഈ രഹസ്യവും ഞാനും എൻ്റെ മകൾക്ക് കാവൽ നിൽക്കും. ഇതെൻ്റെ നീതി, ഒരമ്മയുടെ നീതി.